ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ കൂലി തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. ലിയോയ്ക്ക് ശേഷം ലോകേഷ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് അത്തരത്തിലുള്ള ഒരു ബ്രഹ്മാണ്ഡ ഹൈപ്പൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആവശ്യത്തിനുള്ള ഹൈപ്പുണ്ട്. അപ്പോൾ കേരളത്തിൽ രാവിലെ 6 മണിക്കാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത്. 2 മണിക്കൂർ 49 മിനിറ്റിൽ എ സർട്ടിഫിക്കറ്റോട് കൂടി വരുന്ന ചിത്രം തിയേറ്ററുകളെ ഒരു പവർ ഹൗസാക്കി മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതുവരെ വന്ന സോങ്സും ബിജിഎമ്മും ട്രെയിലറും എല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു സ്വന്തമാക്കിയത്. ചിത്രം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് LCUവിൽപ്പെട്ട സിനിമയല്ലെന്നും സ്റ്റാൻഡ് അലോൺ സിനിമയാണെന്നും ലോകേഷ് സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ LCU സിനിമകളിലുള്ള ആക്ടേഴ്സ് ഒന്നും കൂലിയിൽ ഇല്ലാത്തതും കൂലി ട്രെയിലറിലെ 30 വർഷം എന്ന ഡയലോഗും കണ്ടെയ്നർ കണക്ഷനും ഒക്കെ കൊണ്ട് സിനിമ LCUവിൽ വരുമെന്ന് ചെറിയൊരു പ്രതീക്ഷ കുറേ പേരിൽ കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, സിനിമ LCU ആവോ ആവാതെ ഇരിക്കുകയോ ചെയ്യട്ടെ, അങ്ങനെയുള്ള ഓവർ ഹൈപ്പും പ്രതീക്ഷയും കൊണ്ട് സിനിമയ്ക്ക് പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. കൂലി ഒരു കിടിലൻ സ്റ്റാൻഡ് അലോൺ സിനിമയാണെങ്കിൽ പോലും ചിലർക്ക് LCU ഇല്ലാത്തതിനാൽ നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതൊന്നുമില്ലാതെ പക്ക ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണാൻ പോകുന്ന മൈൻഡിൽ പോവുക. തലൈവർക്ക് പുറമെ അമീർ ഖാൻ, സൗബിൻ, നാഗാർജുന, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട്. ലിയോ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് അത്രയ്ക്ക് മികച്ചതല്ലാതെ വന്നപ്പോൾ കൂലിയിൽ ഫ്ലാഷ് ബാക്ക് ആകും സീനാവാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെ ആയാലും തലൈവർ സിനിമയിൽ വന്നിട്ട് 50 വർഷമാകുമ്പോൾ റിലീസാവുന്ന കൂലി എന്ന ചിത്രം നല്ലൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് സമ്മാനിക്കട്ടെ. ഇനി സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് വരാം. ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് 350 to 400 കോടി റേഞ്ചിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ടോട്ടൽ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ബിസിനസ്സായിട്ട് 305 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയ്ക്ക് ഹിറ്റ് സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ 600 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടണമെന്നാണ് ട്രാക്കർമാർ സൂചിപ്പിക്കുന്നത്. അതുപോലെ സിനിമയുടെ ഫസ്റ്റ് ഡേ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഇപ്പോൾ 100 കോടി കടന്നിട്ടുണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 100 കോടി പ്രീസെയിൽ കളക്ഷൻ കടക്കുന്ന തമിഴ് സിനിമയായിട്ട് രജനിയുടെ കൂലി മാറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 7 കോടി 25 ലക്ഷം രൂപയാണ് ഇതുവരെ ചിത്രം നേടിയിട്ടുള്ളത്. ലിയോയുടെ കേരള ഫസ്റ്റ് ഡേ കളക്ഷൻ 12 കോടി രൂപയായിരുന്നു. കൂലിക്ക് ഗംഭീര അഭിപ്രായങ്ങൾ കിട്ടിയാൽ മാത്രമേ ലിയോയുടെ കേരള ഫസ്റ്റ് ഡേ കളക്ഷൻ മറികടക്കാൻ സാധ്യത കാണുന്നുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് 16 കോടി 75 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 10 കോടിയും തെലുങ്കിൽ നിന്ന് 13 കോടിയും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ ഇതിനോടകം 50 കോടി 30 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 52 കോടി 50 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. 102 കോടി 80 ലക്ഷം രൂപയാണ് കൂലിയുടെ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ. ലിയോയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 148 കോടി രൂപയോളമായിരുന്നു. കൂലി അത് മറികടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സിനിമയിലെ പാട്ട് പോലെ തിയേറ്റർ പവർ ഹൗസ് ആക്കി മാറ്റാൻ ലോകേഷ്, രജനി, അനിരുദ്ധ് കോംബോയുടെ കൂലിക്ക് സാധിക്കട്ടെ. നിങ്ങൾ ഏത് തിയേറ്ററിലാണ് സിനിമ കാണാൻ പോകുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സിനിമയുടെ റിവ്യൂസും കളക്ഷൻ അപ്ഡേറ്റുകളും ഒക്കെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.